വിഴിഞ്ഞത്ത് ലോറിയിൽ നിന്ന് കരിങ്കല്ല് തെറിച്ചു വീണ വിദ്യാർത്ഥി മരിച്ച സംഭവം നിങ്ങൾക്ക് ഓർമ്മയുണ്ടാകും. അതിൽ സർക്കാർ നഷ്ടപരിഹാരം ഇതുവരെ പ്രഖ്യാപിച്ചിട്ടില്ല. ഇതിൽ പ്രതിഷേധിച്ച് കോൺഗ്രസ് പ്രതിഷേധ പരിപാടികളുമായി മുന്നോട്ട് പോകുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. വിഴിഞ്ഞം തുറമുഖത്തേക്ക് ഒരു നൈറ്റ് മാർച്ചാണ് അവർ സംഘടിപ്പിക്കാൻ പോകുന്നത്. വിവരങ്ങൾ അജീഷ് ജയകുമാർ നൽകും. ഗുഡ് മോർണിംഗ് അജീഷ് ജയകുമാർ, പറയൂ എന്തൊക്കെയാണ് പ്രതിഷേധത്തിൻ്റെ സാധ്യതകൾ? വളരെ സങ്കടകരമായ ഒരു വാർത്തയായിരുന്നു നമ്മൾ വിഴിഞ്ഞത്ത് സംഭവിച്ചത്. കരിങ്കല്ല് കയറ്റി വന്ന ലോറിയിൽ നിന്ന് കരിങ്കല്ല് ഊർന്നു വീണാണ് ഈ വിദ്യാർത്ഥി മരിച്ചത്. മാത്രമല്ല, നമ്മുടെ നാട്ടിൽ പല സാധന സാമഗ്രികളും ലോറിയിൽ കൊണ്ടുപോകുമ്പോൾ അതിൽ കവർ ചെയ്യുന്നില്ല. വിദേശ നാടുകളിലൊക്കെ കൃത്യമായിട്ട് അത് കവർ ചെയ്ത് മാത്രമേ കൊണ്ടുപോകാൻ കഴിയൂ. കാര്യം ഇതൊക്കെ എടുത്തു വെച്ച് ആളുകളുടെ മേളിൽ വീണാൽ അവരുടെ തലയിലെടുത്ത് അവർ രക്ഷപ്പെട്ടാൽ അവരുടെ ഭാഗ്യം. ഈ രീതിയിലാണ് നമ്മളിതിനെ കാണുന്നത്. ഇതൊക്കെ ഒരാളിൻ്റെ മരണം കൊണ്ട് തിരുത്തപ്പെടേണ്ട കാര്യമല്ല. അജീഷ് ജയകുമാർ ചേരുന്നു. അജീഷ്, പറയൂ വിവരങ്ങൾ. ഗുഡ് മോർണിംഗ് എസ് കെ എൻ. എന്തായാലും നമ്മുടെ സംസ്ഥാനത്ത് തന്നെ കഴിഞ്ഞ ദിവസം ഉണ്ടായ ഏറ്റവും വലിയൊരു ദാരുണമായ സംഭവമായിരുന്നു വിഴിഞ്ഞത്ത് ഈ ടിപ്പർ ലോറിയിൽ ലോഡുമായി വന്ന ലോറിയിൽ നിന്ന് കല്ല് വീണ് വിദ്യാർത്ഥി മരിച്ച സംഭവം. സർക്കാരിന്റെയും അതേപോലെ തന്നെ ടിപ്പർ വണ്ടി ഓടിച്ചവന്റെയും അനാസ്ഥയുടെ ഒരു ഭാഗമായിരുന്നു ഈ ഒരു അപകടം. ഈ അപകടം നടന്ന് 4 ദിവസം കഴിഞ്ഞിട്ടും ഇതുവരേക്കും സർക്കാർ നഷ്ടപരിഹാരം പ്രഖ്യാപിച്ചിട്ടില്ലെന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഈ അപകടം നടന്ന ദിവസം തന്നെ അന്ന് മന്ത്രി വി ശിവൻകുട്ടി സർക്കാർ നഷ്ടപരിഹാരം പ്രഖ്യാപിക്കുമെന്ന് പറഞ്ഞിരുന്നുവെങ്കിലും ഇതിൽ ഒരു തീരുമാനമായിട്ടില്ല. ഇതിന്റെ ഒരു ഭാഗമായിട്ട് 2 ദിവസം മുൻപ് വിഴിഞ്ഞത്ത് ജില്ലാ കളക്ടർ വിളിച്ച ഒരു സർവകക്ഷി യോഗം ചേർന്നിരുന്നു. ഈ സർവകക്ഷി യോഗത്തിൽ കോൺഗ്രസ് പ്രവർത്തകർ പ്രധാനമായും ഉന്നയിച്ചിരുന്നത് 1 കോടി രൂപ നഷ്ടപരിഹാരം നൽകണമെന്നായിരുന്നു. അത് സർക്കാരും അദാനി പോർട്ട് അധികൃതരും സംയുക്തമായി ചേർന്ന് അനന്തുവിന്റെ കുടുംബത്തിന് നഷ്ടപരിഹാരം നൽകണമെന്നായിരുന്നു ആവശ്യപ്പെട്ടത്. പക്ഷേ ഇതിൽ ഒരു തീരുമാനമാകാതെ ഈ യോഗം അലസിപ്പിരിയുകയാണ് ഉണ്ടായത്. എന്തായാലും കളക്ടർ പക്ഷേ അതിനുശേഷം മാധ്യമങ്ങളോട് സംസാരിക്കുമ്പോൾ പറഞ്ഞത് 2 ദിവസത്തിന് ശേഷം ഇതിനൊരു തീരുമാനമുണ്ടാകും. സർക്കാർ അവരുടേതായ തലത്തിൽ ചർച്ച ചെയ്തും അതേപോലെ തന്നെ അദാനി പോർട്ടും അവരുടേതായ തലത്തിൽ ഒരു ചർച്ച ചെയ്ത് അനന്തുവിന്റെ കുടുംബത്തിന് നഷ്ടപരിഹാരം പ്രഖ്യാപിക്കുന്നതിൽ ഒരു തീരുമാനം ഉണ്ടാകുമെന്നും അറിയിച്ചിരുന്നു. പക്ഷേ ഇന്നാണ് ആ തീരുമാനം ഉണ്ടാകുന്ന ദിവസം. പക്ഷേ നമുക്ക് യാതൊരുവിധ അറിയിപ്പും ഈ നഷ്ടപരിഹാരം സംബന്ധിച്ച് കിട്ടിയിട്ടില്ല. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഈ നഷ്ടപരിഹാരം ഇതുവരെയ്ക്കും പ്രഖ്യാപിക്കുന്ന ഒരു സാഹചര്യത്തിൽ വിഴിഞ്ഞത്ത് കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ ഒരു പ്രതിഷേധ മാർച്ച് സംഘടിപ്പിച്ചിട്ടുണ്ട്. ഇന്ന് രാത്രിയാണ് അദാനി പോർട്ടിന്റെ ആ ഭാഗത്തേക്ക് കോൺഗ്രസ് പ്രവർത്തകർ നഷ്ടപരിഹാരം ആവശ്യപ്പെട്ടുകൊണ്ട് നൈറ്റ് മാർച്ച് നടത്തുന്നു. എന്തായാലും ഇന്നത്തെ നൈറ്റ് മാർച്ച് കഴിയുമ്പോഴേക്കും അല്ലെങ്കിൽ ഈ സമയത്തേക്ക് നഷ്ടപരിഹാരം സംബന്ധിച്ച് ഒരു തീരുമാനം ഉണ്ടാകുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. കൂടാതെ തന്നെ ഈ ലോറി ഓട്ടം സംബന്ധിച്ച് ഒരു മാർഗനിർദ്ദേശം പുറത്തിറക്കുമെന്ന് കളക്ടർ അന്ന് പ്രഖ്യാപിച്ചിരുന്നു. അതായത് ഈ ലോറി ഓടുന്ന സമയം, കയറ്റുന്ന ഭാരം, ഇത് അളക്കാനുള്ള പരിശോധന, ഇതിന്റെ എല്ലാ മാർഗനിർദ്ദേശങ്ങളും ഉൾപ്പെടെയുള്ള പുതിയൊരു SOP തയ്യാറാക്കുമെന്ന് കളക്ടർ അറിയിച്ചിരുന്നു. അതിന്റെ റിപ്പോർട്ട് ഇന്ന് സർക്കാരിന് നൽകുമെന്നും അറിയിച്ചിട്ടുണ്ട്. അക്കാര്യത്തിൽ ഇന്നും ഒരു തീരുമാനമുണ്ടാകും. എസ് കെ. ഓക്കെ, താങ്ക് യു. അജീഷാണ് നമുക്കൊപ്പം ചേർന്നത്. ചില സുഹൃത്തുക്കൾ വിനോദ് മുട്ടം പറയുന്നു ഓക്കെ ആയിരുന്നു നല്ലത്. ചില പ്രേക്ഷകർ പറയുന്നു അതല്ല റൈറ്റ് എന്ന് പറയുന്ന ഒരു മുഖ്യമന്ത്രി നമുക്കുണ്ടായിരുന്നു, EK നായനാർ. ചില കാര്യങ്ങൾ പറഞ്ഞാൽ റൈറ്റ് എന്നദ്ദേഹം പറഞ്ഞുകൊണ്ടേയിരിക്കും. എനിക്കൊന്ന് ഓക്കെ ആണ് കുറച്ച് എളുപ്പമാണെന്ന്. ഓക്കെ.